വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പ്രൊവിഷണൽ കീ ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. 22/4/2025 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി കോഡ് 73/2024 ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. കേരള വാട്ടർ അതോറിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് എക്സാം ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 2020 യാർഡ്സ് എന്ന് പറയുന്ന അത് ആരുടെ ആത്മകഥയാണെന്നാണ് അല്ലെ ചോദ്യം. എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? സയ്യിദ് കിർമാനിയുടെ ആത്മകഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? I too had a dream is the autobiography of. I too had a dream എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. ആരുടെ ആത്മകഥയാണ് I too dream എന്ന് പറയുന്നത്? I too had a dream എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായ പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ടി പ്രകാശമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? രാമനാട്ടത്തിൽ നിന്നാണ് അല്ലെ? രാമനാട്ടത്തിൽ നിന്നാണ് എന്ത് കഥകളി ഉത്ഭവിച്ചത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? താഴെ പറയുന്നതിൽ ഏതാണ്? ദാക്ഷായണി വേലായുധൻ അല്ലെ? ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ഏതാണ് വരുന്നത്? ജുപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴമാണ് എന്ത് വരുന്നത്? ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഏതാണ്? വ്യാഴമാണ്. നെക്സ്റ്റ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതാണെന്ന് കണ്ടെത്തുക. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം താഴെ തന്നിരിക്കുന്ന ഏതാണ്? പടിഞ്ഞാറൻ വാതകങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. അവരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഏതാണ്? ബാരാലാച്ചിലിയാണ് ഫസ്റ്റ് വരുന്നത്. അവരോഹണ ക്രമത്തിൽ എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാരാലാച്ചിലിയാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ബുർജില ചുരമാണ്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഫോർട്ടുല ചുരം. ലാസ്റ്റ് ആണ് എന്ത് വരുന്നത്? സോജില ചുരം വരുന്നത്. അപ്പൊ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ഏത് നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ഏതാണ്? ബോക്സൈറ്റിന്റെ നിക്ഷേപമാണ്. എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഭൂപടത്തിൽ തോത് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവന ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വരുന്ന ഏതാണ്? സി ആണ്. ഏതാണ്ട് വരുന്നത്? സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ഒരു നികുതിയുടെ ഭാരം പ്രഭാവവും
പ്രഭാവവും ബാധയും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന താഴെ പറയുന്ന ഏത് നികുതിയിലാണെന്നാണ് ചോദ്യം. ഏതാണ്? പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതിയാണ്. ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. സി ആണ് ആൻസർ വരുന്നത്. പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഈക്വലൈസേഷൻ ഈക്വലൈസേഷൻ ലെവിയാണ്. ഈക്വലൈസേഷൻ ലെവി. സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ആർ ദ കറന്റ് GST റേറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡി ആണ് ആൻസർ വരുന്നത്. ഡി ആണ് വരുന്നത്. 0, 5, 12, 18, 28. എത്രയാണ് വരുന്നത്? 0, 5, 12, 18, 28 ആണ് GST നിരക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിലവിലെ കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഈ നാം കേട്ടോ. എ ആണ് ഈ നാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ, കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 20 കേട്ടോ. ബി ആണ് ആൻസർ വരുന്നത്. ആർട്ടിക്കിൾ 20മായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറയുന്നത് കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധിയെ ശിക്ഷിക്കാവൂ എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 20യിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2003 ഭരണഘടന 92ാം ഭേദഗതി നിയമം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഷകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ഏതെല്ലാം ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയാണ്? ബോഡോ, മൈഥിലി, സാന്താളി അല്ലെ. ബോഡോ, മൈഥിലി, സാന്താളി. അപ്പൊ ആൻസർ എയാണ് എ 1, 2, 3 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക എന്ന് പറയുന്നതാണ് ഒരു മൗലിക കടമയാണ് അല്ലെ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഒരു മൗലിക കടമയാണ്. ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്ന് പറയുന്ന ഒരു കടമയല്ല കേട്ടോ. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? കടമയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് ആൻസർ വരുന്നത്. അതായത് 1, 3, 4 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക എന്ന് പറയുന്നതാണ് ഒരു മൗലിക കടമയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു മൗലിക കടമയിൽ വരുന്നതാണോ? അല്ല അല്ലെ. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് വരുന്നില്ല. ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മൗലിക കടമയാണ്. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? മൗലിക കടമയാണ്. 1, 3, 4 ആണ് ശരി വരുന്നത് കേട്ടോ. സി ആണ് 1, 3, 4 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1 മാസം. 1 മാസം. ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി അല്ലെ. ശരിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായി. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്നും സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നുണ്ട്, പക്ഷെ നിയമനിർമ്മാണ നടപടികളിൽ നിന്നും സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എന്ത് നൽകണം? നഷ്ടപരിഹാരം നൽകണം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമന്യായമായ ഗ്രാമകോടതിയാണ് പറയുന്നത് അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ് മണ്ഡലം? വാമനപുരം ആണ്ടോ? സി വാമനപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു, സ്ത്രീകളുടെ സംരക്ഷണവും സമത്വം ഉറപ്പാക്കുന്നു, സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു. ആദ്യത്തെ മൂന്നും ശരിയാണ്. സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ടുള്ള സർക്കാർ നയങ്ങൾ ഇവര് നടപ്പിലാക്കുന്നില്ല. അപ്പൊ തെറ്റി വരുന്നത് എന്താണ്? നാലാമത്തെ ആൻസർ വരുന്നില്ല. 1, 2, 3 ബി ആണ് ആൻസർ വരുന്നത്. 1, 2, 3 നെക്സ്റ്റ് ശരിയായിട്ടുള്ള ആൻസർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആരാണ്? ഇപ്പൊ സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആരായിരിക്കാം? വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് നിയമത്തിന് കീഴിലാണ്? കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമപ്രകാരത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെന്റുമായി മുഖ്യമായി ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രത്യേക ഭൗതിക സാഹചര്യങ്ങളാൽ ഏതാണ് മുൻഗണന നൽകാത്തത്? ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകൾക്കാണ്. ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് കേരളത്തിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? നിപുണ തൊഴിലാളിയുടെ അഭാവം, കേരളത്തിൽ MGNREG നടപ്പാക്കാൻ ഒരു വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട്. അതാണ് ആൻസർ. തെറ്റ് വരുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യുവാൻ ആരംഭിച്ച പദ്ധതിയുടെ എന്താണ്? സ്പാർക്ക് ആണ്. എ ആണ്. സ്പാർക്ക് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? ഏതാണ്? കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്ന കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭരണകൂടത്തിന്റെ അജ്ഞാതത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണകൂടത്തിന്റെ അജ്ഞാതത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 14. എ ആൻഡ് ആർട്ടിക്കിൾ 14 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34 പ്രകൃതാനീതിയുടെ സിദ്ധാന്തങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് നേച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഏതാണ്? പ്രകൃത്യാനീതിയുടെ സിദ്ധാന്തങ്ങൾ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? സെർഷ്യോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രാജ് 155 mm ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏത് വിറ്റാമിൻ ആണ് കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? ഏത് വിറ്റാമിൻ ആണ് കാൽസ്യം ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? വൈറ്റമിൻ ഡി ആണ്. സി ആണ്. വൈറ്റമിൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൈറോയ്ഡ് ഹോർമോണിന്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതാണ്? ഓപ്ഷൻ ബി അയോഡിൻ ആണ് വരുന്നത്. അയോഡിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39 താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം എന്ന് പറയുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? കാർബൺ മോണോക്സൈഡ് ആണ്. സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ബാധ ഏത് ക്യാൻസറിന് കാരണമാകുന്ന അപകട ഘടകമാണ്? 40 ആൻസർ വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ബാധ ഏത് ക്യാൻസറിനാണ് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഗർഭാശയഗോള ക്യാൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി? ട്രെപ്പഡോമ പല്ലിടം. എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവാ പ്രൊജക്ട് ഏത് രോഗത്തിന്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏത് പ്രതിരോധ ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വിളർച്ചയുണ്ടോ? അനീമിയ ആണ് വരുന്നത്. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമാണ് വിവാ പ്രൊജക്ട് എന്ന് പറയുന്നത്. അനീമിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ട് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ താഴെ പറയുന്നതിൽ ഏതിനെ കേന്ദ്രീകരിച്ചിട്ടാണ്? 2025 ലോകാരോഗ്യ ദിന പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നാണ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരേണ്ട. മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്ഡാക് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? മോസ്ഡാക് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? മെറ്ററോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രഫി സാറ്റലൈറ്റ് ഡാറ്റ ആർച്ചിവൽ സെന്റർ. മെട്രോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫി സാറ്റലൈറ്റ് ഡാറ്റ ആർച്ചിവൽ സെന്റർ. ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. വൈദ്യുതകാന്തിക തരംഗ സ്പെക്ട്രത്തിലെ തന്നിരിക്കുന്ന അംഗങ്ങളുടെ അവയുടെ ഊർജത്തിന്റെ ആരോഹണ ക്രമത്തിലുള്ള ശരിയായ വിന്യാസം എഴുതാനാണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. അതായത് ആദ്യം വരുന്നത് ദൃശ്യ തരംഗങ്ങളാണ്, അതിനുശേഷം വരുന്നത് റേഡിയോ തരംഗങ്ങളാണ്. പിന്നെ IR വരുന്നുണ്ട്, IR വരും. പിന്നെ വരുന്നത് UV ആണ്, UV. നെക്സ്റ്റ് വരുന്നത് ഗാമ റേകളാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? എക്സ്റേകള് അതിനുശേഷമാണ് എക്സ്റേകളാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് സെക്കൻഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 47. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏത് സ്ഥലത്തിലാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഏറ്റവും കൂടുതലായിട്ടുള്ളത്? ഏറ്റവും കൂടുതലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡൽഹിയിലാണോ? ഡൽഹിയിലാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ pH ഓഫ് എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ അല്ലെ, ജലത്തിൽ നേർപ്പിച്ച 1 × 10⁻⁻⁷ മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 7 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോണ നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു മൂലകത്തിലെ ബാഹ്യ ഇലക്ട്രോൺസിന്റെ കോണ നമ്പറുകൾ ചുവടെ തന്നിട്ടുണ്ട്. N is equal to 1, I is equal to 0, M is equal to 0, S is equal to +1 +½ അല്ലെ. ഈ മൂലകം എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലിഥിയം ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40°C താപനിലയിലും ദ്രവീകരിക്കുവാനായിട്ട് പറ്റുന്ന? ഏതാണ്? ഏത് ദ്രാവകമാണ്? ഡി, അമോണിയ ഉണ്ടോ. 51 ആൻസർ വരുന്നത് ഏത് ലോഹത്തിന്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ്? പൈറോലിസൈറ്റ് എന്ന് പറയുന്നത്. പൈറോലിസൈറ്റ് ഏതിനാണ്? മാംഗനീസ് കേട്ടോ. ഡി, മാംഗനീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. താഴെ പറയുന്നതിൽ കൃഷ്ണനാട്ടത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഷ്ടപതിയാട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. ജയദേവന്റെ ഗീതാ ഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചിട്ടുള്ളത്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? എ ആൻഡ് അർജന്റീനയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെയും കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നതിലും ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് ഏതാണ്? കേശവന്റെ വിലാപങ്ങളിലാണ് അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത്. നാരായണൻ എന്ന് പറയുന്നത് ഏതാണ്? നാരായണൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ വഴിയാണ്ടോ. നാരായണൻ പ്രവാചകന്റെ വഴി. ഇനി ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത് അസുരവിത്തിലെയാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്നത് ഡി, സുന്ദരികളും സുന്ദരന്മാരും ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MP വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം? MP വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയത് ബി, 1995. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വിളങ്ങൽ നടക്കുന്ന ഏത് കായലാണ്? പുന്നമടക്കായലാണ്. ബി ആണ് ആൻസർ വരുന്നത്. പുന്നമടക്കായലാണ്. 57 ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2023 ഈ പദ്ധതി ആരംഭിച്ചെന്ന് പറയുന്നതാണ് തെറ്റ് വരുന്നത് കേട്ടോ. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിംഗ് കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കേണ്ട. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനില്ലാതെ ലോൺ ലഭിക്കും. അപ്പോൾ ഓപ്ഷൻ സി തെറ്റ് വരുന്നതാണ്. ഓൺലി 2 മാത്രം ഉണ്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 58. ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ്?
ആൻസർ വരുന്നത് സിറിയാണ്. സിറിയാണ് ട്ടോ. 8 ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിലെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഏതാണ്? ഓപ്ഷൻ എ സിറിയാണ്. 59 ആൻസർ വീഡിയോ എഡിറ്റിംഗിനായി ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? വീഡിയോ എഡിറ്റിംഗിനായിട്ട് ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? അഡോബി പ്രീമിയർ പ്രോ ട്ടോ. അഡോബി പ്രീമിയർ പ്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നെറ്റ്വർക്കിൽ റൗട്ടറിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഒരു നെറ്റ്വർക്കിൽ റൗട്ടറിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഓപ്ഷൻ ഡി ആണ് വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ആരെയാണ്? ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്ത വ്യക്തിയാണ് പറയുന്നത് കേട്ടോ. എ ആണ് ആൻസർ വരുന്നത്. 62 യൂറോപ്യൻ യൂണിയനിലെ ഡാറ്റാ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാക്കുന്ന അന്താരാഷ്ട്ര നിയമം ഏതാണ്? 62 ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് GDPR. 63 ഏതാണ് ഓപ്പൺ AI-യുടെ ChatGPT-4-നെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ? ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ ഡീപ് മൈൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രധാന ഉദ്ദേശം എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്വവും, അഴിമതി വിരുദ്ധ നയം. മുകളിൽ പറഞ്ഞെല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 65 ആൻസർ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? എന്താണ് വരുന്നത്? മുകളിൽ പറഞ്ഞല്ല, അതായത് വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ വിൽപ്പന നടത്തുകയോ ചെയ്യുക, ഉപഭോക്താവിന്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ വെളിപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് മുകളിൽ പറഞ്ഞതെല്ലാം ആണ് നെക്സ്റ്റ് ശരിയായ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരമുള്ളത്? അഡോപ്ഷൻ ഉത്തരവ് പറയാൻ 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരമുള്ളത്? ജുവേനൽ ജസ്റ്റിസ് അമെൻമെന്റ് പ്രകാരം ഉണ്ടോ ചോദിക്കണ്ട. ഏതാണ് വരുന്നത്? ജില്ലാ മജിസ്ട്രേറ്റിനാണ്. എ ആണ് ആൻസർ വരുന്നത്. 67 ആൻസർ, IPC-യിലെ ഏത് സെക്ഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടത്? ഏതാണ്? 67 ആൻസർ വരുന്നത് ബി ആണ്, സെക്ഷൻ 377. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BSAയിലെ ഏത് സെക്ഷനാണ് സ്ത്രീധന മരണമാണ് എന്ന അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? BSAയിലെ ഏത് സെക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ്? സെക്ഷൻ 118 BSA. സി ആണ് ആൻസർ വരുന്നത്. 69 ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2013 എന്നതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഏതാണ്? സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക ആക്രമണങ്ങൾക്കെതിരെയുള്ള പരാതി സ്വീകരിക്കുന്നതിന് ICC രൂപീകരിക്കുക. ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഭിന്നശേഷി അവകാശ നിയമത്തിന് ഏത് സെക്ഷനിലാണ് പരാമർശിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് S98 92 ട്ടോ. നെക്സ്റ്റ് മാത്സ് ആണ് വരുന്നത് അല്ലെ. ഒരു APയുടെ 21ാമത്തെ പദം 17ാമത്തെ പദത്തിന് 3 ഇരട്ടിയാണ്. 9ാമത്തെ പദം 18 ആണെങ്കിൽ 64ാമത്തെ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് 128 ആണോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചില കോഡിംഗ് ഭാഷയിൽ മൊബൈൽ എന്നത് അതുപോലെ തന്നെ ഇതുപോലെ കോഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതേ ഭാഷയിൽ ഫോൺ കോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 72ാമത്തേന് ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. 73ാമത്തേന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 74ാമത്തേന് ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്. 75ന് ആൻസർ വരുന്നത് സി ആണ്. 76ന് ആൻസർ വരുന്നതും സി ആണ്. 77ന്റെ ആൻസർ വരുന്നത് ബി ആണ്, 38 ആണ്. 78ന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്, -1 ആണ്. 79ന് ആൻസർ വരുന്നത് 79 ഓപ്ഷൻ എ ആണ്. 80ന് ആൻസർ വരുന്നത് ഏതാണ്? 80ന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ട്ടോ. ഇനി 81ന്റെ ആൻസർ 81, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ് ക്ലീൻ ദ റൂം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. 81 ഇംഗ്ലീഷ് ആണ് വരുന്നത്. അപ്പൊ 81ന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലെറ്റ് ദ റൂം ബി ക്ലീൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ എ ആണ്, ഹി ഡിഡ്ന്റ് സീ ഹർ കമ്മിങ്. 83 fill in the blanks is the correct choice from the option below. Do you mind dash ക്ലോസിംഗ് ദ ഡോർ ട്ടോ. ക്ലോസിംഗ് ദ ഡോർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 84 ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക് ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ്. ഓപ്ഷൻ എ ആണ്, ഹാവ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ സ്ലാങ് ഫോർ എന്ന് പറയുന്നത്
നക്കിൾ ഹെഡ് എന്ന് പറയുന്ന സ്ലാങ് ഫോർ ഓപ്ഷൻ സി ആണ് ഫൂളിഷ് പേഴ്സൺ ആണ് പറയുന്നത്. 56 കംപ്ലീറ്റ് സെന്റൻസ് യൂസിങ് എനി വൺ ഓഫ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ് ആസ് എ ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ എ ബർത്ത് കേട്ടോ. എ ആണ് ആൻസർ വരുന്നത്. 57 വരുന്നത് കംപ്ലീറ്റ് സെന്റൻസ് ബൈ ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വൺ ഫ്രോം ദ അബ്രിവിയേഷൻസ് ഗിവൺ ബിലോ. ഐ ഹാഡ് എ ഡേഷ് വെൻ ദ ക്രൗഡ് അറ്റ് ദ ഫയർ ഇൻക്രീസ്ഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഫോമയാണ്. ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഗിവൺ സെന്റൻസ്. 88ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കോംപ്ലിമെന്റ്. 59ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ബ്രിങ് അപ്പ്. 90ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്. 91ന്റെ ആൻസർ വരുന്നത് സി ആണ് യഥേഷ്ടം. സി ആണ്. 92 പ്രതിരോധം എന്ന വാക്കിന്റെ വിപരീത പദം ഓപ്ഷൻ ഡി ആണ് വരുന്നത് അനുരോധം. 93 ദീപാവലി കളിക്കൂ എന്ന് പറയുന്നത് ദുർവ്യയം ചെയ്യുക. ഓപ്ഷൻ സി ആണ്. 94 റീപെറിമൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം എന്ന് പറയുന്നതാണ് ഡി താക്കീതാണ്. 95 അനുചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സി ഉചിതമല്ലാത്തതാണ്. 96 ആന എന്ന പദത്തിന്റെ പര്യായം ഓപ്ഷൻ ഡി വാരണമാണ്. 97 മേധി എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ ബി ഭൂമിയാണ്. 98ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 90 നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. 99 വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്ന ഓപ്ഷൻ ഡി ആണ് വിദ്യുത് പ്ലസ് ശക്തി കേട്ടോ. 100 പ്രതിദിനം എന്ന സമാസ രൂപത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഏതാണ് ഓപ്ഷൻ സി ആണ് കഴിഞ്ഞ ദിനം. അപ്പൊ ഇത്രയൊക്കെയാണോ ആൻസർ കീ വരുന്നത്.